ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേറിട്ട രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ സ്പോഞ്ച് കേക്കാണ്. മുട്ട ചേർക്കാതെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വെജിറ്റേറിയൻകാർക്ക് കേക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. പഞ്ഞി പോലെയാണ് ഈ കേക്ക് ഇരിക്കുന്നത്. വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഒരു ബൗളിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഇടുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇത് കൂടി ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇപ്പോൾ 3 പ്രാവശ്യം മാവ് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ഇതൊന്ന് പിരിഞ്ഞു വരും. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 125 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. നേരത്തെ വിനാഗിരി ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച പാല് ഒന്ന് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ആ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉടച്ചു മാറ്റുന്നതിന് വേണ്ടി ഒരു ബലൂൺ വിസ്ക് ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ പഞ്ചസാരയുടെയും പാലിൻ്റെയും കൂടി നന്നായി യോജിപ്പിച്ചെടുക്കണം. ബദാം മിക്സിൻ്റെ 2-3 തുള്ളി യെല്ലോ കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. കളർ വേണ്ട എന്നുള്ളവർക്ക് ഇത് ചേർക്കേണ്ട കാര്യമില്ല. കേക്കിനൊരു യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ബട്ടർസ്കോച്ചിൻ്റെ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു എസൻസ് ചേർക്കുമ്പോൾ കേക്കിന് നല്ലൊരു ഫ്ലേവറാണ്. ഇത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കേക്ക് മിക്സ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഇതിലേക്ക് മാവ് ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. മാവ് കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ബലൂൺ വിസ്ക് ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഓവർ ബീറ്റ് ചെയ്യരുത്. ഒരുപാട് നേരമായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പാച്ചില കൊണ്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. മാവ് നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഈ ട്രേയിൽ ഒരല്പം സൺഫ്ലവർ ഓയിൽ തൂകിയ ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടി ഒരു സ്ക്വയർ കൊണ്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം. മുഴുവൻ എയർ ബബിൾസും പോകുന്നതിന് വേണ്ടിയാണ്.
ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓവൻ സെറ്റപ്പാണിത്. ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയ ശേഷം ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഫ്ലെയിം മാറ്റാൻ മറക്കരുത്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാൻ എടുക്കും. ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്ന് നോക്കി ഒരു സ്ക്യൂർ കൊണ്ട് കുത്തി നോക്കിയാൽ മതി. കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നന്നായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പുറത്തെടുക്കാം. നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം. വളരെ സോഫ്റ്റാണ് ഈ കേക്ക്. വൈകുന്നേരങ്ങളിൽ ചായയോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വണ്ടർ കേക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഈ കേക്കിന്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കണം ഓളും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്